ഹലോ മൈ ഡിയേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സുകളാണ്. അപ്പം വരുന്ന പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. അത് 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ്ലി നോക്കാം. ഒരു ക്വസ്റ്റ് ഇതാണ്: യു ലുക്ക് ഡാഷ് യു ഹാവ് ബീൻ റണ്ണിങ് ബട്ട് ആസിഫ് ബിയോണ്ട് ഈവൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പം ഏതായിരിക്കും ആൻസേഴ്സ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണം. യു ലുക്ക് ഡാഷ് യു ഹാവ് ബീൻ റണ്ണിങ്. അപ്പം നമുക്ക് നോക്കാം ആൻസർ ഏതായിട്ടാണ് വരുന്നത് എന്നിട്ടുള്ളത്. ഒരു സെക്കൻഡ്, എനിക്കൊന്ന് മാറ്റിക്കോട്ടെ. ഏതാണ് ആൻസർ വരുന്നത്? യു ലുക്ക് ആസിഫ്. അതായത് ആസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ന പോലെ, അതുപോലെ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പം ആസിഫിന് ശേഷം, അതായത് നമ്മളിപ്പോ ഇവിടെ അല്ലേ ആസിഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ആസിഫിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ, അപ്പൊ നമ്മൾ നോക്കണം, പല കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ വരുന്നത്. അപ്പൊ ആസിഫ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന് ശേഷം വരുന്ന വെർബ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ആസിഫ് എന്ന് പറയുന്ന വേർഡിന് തൊട്ട് മുകളിലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. യു ലുക്ക്. മനസ്സിലായോ? അതായത് നമ്മൾക്ക് ഇവിടെ ശ്രദ്ധിക്കണം, ആസിഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ 100% യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് ബീൻ റണ്ണിങ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇവിടെ ഉണ്ട് എങ്കിൽ ഇതിന് തൊട്ട് മുൻപുള്ള സംഭവം എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ്. ഇപ്പൊ വേണ്ട ഒരു നോട്ടൂടെ കീപ്പ് ചെയ്തോണം. ഇപ്പൊ ആസിഫ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരു സെന്റൻസിനകത്ത് ഉണ്ട് എങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? എപ്പോഴും ഇതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. പകരം നമുക്ക് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ആസിഫ് എന്നും പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ഇതിനെ തുടർന്ന് വരുന്ന വെർബ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ വരാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്ത് വേണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലുള്ള ഫോം നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി തിരിച്ചു വരാം. ആസിഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ സംഭവം തന്നിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആ തരുന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടെ തരുന്ന വെർബ് എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇതേ രീതിയിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി അവിടെ നമുക്ക് സെന്റൻസ് കറക്ഷനകത്ത് മേ ബി അത് വരാം, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഈ പറഞ്ഞിരിക്കുന്ന ടെൻസ് ഓറിയന്റ് ചെയ്തിട്ട് വരാം. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു റൂള് നമ്മൾക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ആസിഫിന് ശേഷം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവണം വന്നതെങ്കിൽ അതിന് തൊട്ട് മുൻപിലായിട്ട് വരുന്ന വെർബ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കണം എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം. അടുത്ത് നോക്കാം. ഐ വിൽ ഗീവ് യു മൈ ഫോൺ നമ്പർ ഡാഷ് ടു കോണ്ടാക്ട് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ കേസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തത്. അപ്പൊ ഇതുപോലെ തന്നെ എന്തിനും റൂൾ ഉണ്ട്. ഇൻ കേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേർഡിനും റൂൾ ഉണ്ട്. അപ്പൊ ഐ വിൽ ഗീവ് യു മൈ ഫോൺ നമ്പർ ഡാഷ് ടു കോണ്ടാക്ട് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? നോക്കാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടാണ് വരുന്നത്. ഐ വിൽ ഗീവ് യു മൈ ടെലിഫോൺ നമ്പർ ഇൻ കേസ് യു നീഡ് ടു കോണ്ടാക്ട് മീ എന്നിട്ടുള്ള കാര്യം. നമ്മൾ നോർമലി എന്ത് എഴുതാനാണ് ചാൻസ്? ഓപ്ഷൻ ബിയോ ഓപ്ഷൻ എയോ എഴുതാനാണ് ചാൻസ്. കാരണം നമ്മളിവിടെ വിൽ ഗീവ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ റൂളും ഉണ്ട്, നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഐ റോട്ട് ഡൗൺ ഹെയർ ഫോൺ നമ്പർ ഇൻ കേസ്. ഇതെല്ലാം BYQ തന്നെയാണ് കേട്ടോ. ഐ റോട്ട് ഡൗൺ ഹെർ ഫോൺ നമ്പർ ഇൻ കേസ് ഐ ഫോർഗോട്ട് ഇറ്റ്. ഐ വിൽ ഫോർഗോട്ട് ഇറ്റ്. സോറി, ഐ വിൽ ഫോർഗെറ്റ് ഇറ്റ്. ഐ വിൽ ബി ഫോർഗോട്ട് ഇറ്റ്. ഐ ഫോർഗെറ്റ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും നമ്മൾക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന എന്തുവാ? പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പുറത്ത് തന്നിരിക്കുന്ന സെന്റൻസ് എന്തായിരുന്നു? ഫ്യൂച്ചറിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് രണ്ടിനും ഇൻ കേസ് വെച്ചിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന് റീസണോടൊന്ന് പറഞ്ഞു പോകാം. ഇൻ കേസിന് മുൻപിലുള്ള സെന്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷമുള്ള വെർബിന്റെ V1 ഫോം യൂസ് ചെയ്യണം. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വില്ലൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ ഇൻ കേസിന് ശേഷം എന്തായിട്ട് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെർബിന്റെ V1 ഫോം യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മൾ വിൽ ഗീവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യം ഇൻ കേസ് വെച്ച് കണക്ട് ചെയ്തു. അതായത് ഇവിടെ നമ്മൾക്ക് ഇൻ കേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണക്ടർ ആയിട്ട് വേണമെങ്കിൽ പറയാം. ആ ഇൻ കേസിന് മുൻപിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ ഇതിന് ശേഷമുള്ള വെർബ് എന്തായിട്ട് വരണം?
സബ്ജക്റ്റിന് ശേഷം എന്തായിട്ട് വന്നു? നീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന V1 ഫോം ആയിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ വില്ലും മേയും വുഡും ഒക്കെ അവോയ്ഡ് ചെയ്തതിന്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസിന് മുൻപ് യൂസ് ചെയ്യുന്ന വെർബ് ഒരു സിമ്പിൾ ഫ്യൂച്ചർ ആണ് എങ്കിൽ അതവിടെ എന്തായിട്ട് വരണം എന്നാണ് അർത്ഥം? ഒരു ജസ്റ്റ് വെർബിന്റെ V1 മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. അതായത് അവിടെ നമ്മൾ ഒരു കണ്ടീഷനും പ്രസന്റോ ഫ്യൂച്ചറോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ V1 ഫോമിലേക്ക് മാത്രം, അതായത് ഫ്യൂച്ചറിലാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുന്ന എന്ന രീതി മാറ്റിയിട്ട് ഇൻ കേസ് ആണ് അവിടെ കണക്ടർ എങ്കിൽ എന്തായിട്ട് വരണം എന്നാണ് നിയമം? അതിന്റെ V1 ഫോം കണക്ട് ചെയ്യണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ നീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ടുള്ള വെർബാണ്. സോ നീഡ് എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ V1 ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇൻ കേസിന് മുൻപ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമലി അതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതായത് നമ്മൾ ഇവിടെ V1 യൂസ് ചെയ്തപ്പോൾ പാസ്റ്റ് ടെൻസിൽ എന്ത് വരണം? V2 വരണം. അപ്പൊ ഫ്യൂച്ചർ ടെൻസിന്റെ കൂടെ എന്ത് യൂസ് ചെയ്തു? ഇൻ കേസ് കഴിഞ്ഞിട്ട് V1 യൂസ് ചെയ്തു. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന്റെ കൂടെ ഇൻ കേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? V2 ഫോം യൂസ് ചെയ്തു. മനസ്സിലായോ? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് ഇൻ കേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾക്ക് ചോദ്യം വരുന്നത്. ഓപ്ഷനോട് നമ്മൾ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇൻ കേസ് വരുവാണ് എങ്കിൽ അവിടെ എന്ത് വരണം? ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ കേസിന് ശേഷം വരുന്ന സംഭവം V1ഉം ഇൻ കേസിന് മുൻപ് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ എന്ത് വരണം? V2ഉം വരണം. അപ്പൊ V1ഉം V2ഉം നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം. V1 വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിന്റെ കൂടാണ് ഇൻ കേസിന് മുൻപായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻ കേസിന് തൊട്ട് മുൻപിൽ എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യണം? പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ V2 ഫോം ആണ് വരേണ്ടത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ പാസ്റ്റ് ടെൻസ് ഇൻ കേസിന് തൊട്ട് മുൻപിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? അതിന് ശേഷം വരുമ്പോൾ V2 ഫോം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻ കേസിന് തൊട്ട് മുൻപിൽ ഫ്യൂച്ചർ ടെൻസ് വന്നു കഴിഞ്ഞാൽ ഇൻ കേസിന് ശേഷം എന്ത് വരണം? V1 വരണം. പാസ്റ്റ് ടെൻസ് ആണ് ഇൻ കേസിന് മുൻപ് വന്നതെങ്കിൽ എന്ത് വരണം? V2 ഫോമും വരണം. നമ്മൾ മുമ്പേ പഠിച്ച കാര്യം എന്താണ്? ആസിഫ് എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനും ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ഈ 3 റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇത് 3 പരീക്ഷകളിലായിട്ട് വന്നിരിക്കുന്ന ചോദ്യം ആണ്. അപ്പൊ ഈ ഒരു റൂൾസ് കൃത്യമായിട്ടും പഠിച്ചെഴുതി വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് 3 മന്ത്സിന്റെ ക്രാഷ് കോഴ്സ് ഓൾറെഡി റണ്ണിങ് ആണ്. ഇതെല്ലാം ലൈവ് സെഷൻസ് ആണ്. ലൈവ് കാണാൻ പറ്റുന്നവർക്ക് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ടീച്ച്മെന്റ് ആപ്പിനകത്തായിരിക്കും ക്ലാസ് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഡിഗ്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവൈലബിൾ ആണ്. ഫോക്കസ് ഏരിയ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച്, ഹൂ, ദാറ്റ്, ഹൂം എന്നാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് എഴുതും? ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ദാറ്റ് വരണം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ദി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം എന്ത് യൂസ് ചെയ്യണം? ദാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേർഡ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണക്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ദാറ്റ് ഈസ് അവൈലബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എന്ത് വേണം? അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചോദ്യം വന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നോ ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പരീക്ഷാ ഹോളിൽ നിന്ന് കത്തണം. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോകണം? വിച്ചിലേക്കും അല്ലെങ്കിൽ ഹൂയിലേക്കും ഒന്നും പോവാതെ കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകണമെങ്കിൽ ഇത് ബെസ്റ്റ് നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് എങ്കിൽ ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം എന്ത് യൂസ് ചെയ്യത്തുള്ളൂ? ദാറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്ന ഒരു ഐഡിയ നമുക്ക് ഉണ്ടായി വെക്കണം. അത് ഒരു റൂള് തന്നെയാണ്. ഓക്കെ. ഇതാണ് നമുക്ക് ഡിഗ്രി ലെവൽസ് റിലേറ്റ് ചെയ്ത് പ്രിലിംസിനും മെയിൻസിനും വരുന്നത്. ഇപ്പൊ മെയിൻസ് വരെ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. 166 മാർക്കിനാണ് നമ്മൾ ടോട്ടലി മെയിൻസിന്റെ പരീക്ഷ എടുക്കുന്നത്. പ്രിലിംസും അതിനകത്ത് തന്നെ വരുന്നതാണ്. പ്രിലിംസിന് നമ്മൾ 80 മാർക്കിൻ്റെതാണ് എടുക്കുന്നത്. വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. ദിവസവും 2 ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 1599 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ. റെക്കോർഡ്സ് ലൈവ് സെഷൻസിന്റെ അവൈലബിൾ ആണ്. പിന്നെന്താണ്? PDF അവൈലബിൾ ആയിരിക്കും. അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.